സർഫറാസ് ഖാൻ പോലുള്ള ഒരു താരത്തെ മാറ്റി നിർത്തിയത്. കഴിഞ്ഞ പരമ്പരകളിലൊക്കെ കൃത്യമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ടെസ്റ്റ് പരമ്പരയിലൊക്കെ മികച്ച ഫോമിൽ കളിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏതോ ഒരു ടീമിലെ രഹസ്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ള രൂപത്തിൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സർഫറാസ് ഖാൻ പോലുള്ള യുവതാരങ്ങൾ അദ്ദേഹം മാറ്റുന്നത്, അത് കൃത്യമായി ഗംഭീറിന് ഒരു അജണ്ട ഉള്ളതുപോലെയുള്ള പെട്ടെന്ന് ഋഷഭ് പന്തിൻ്റെ മേലേക്ക് കൈ ചൂണ്ടുന്നു. എന്നിട്ട് പറയുന്നു, ഋഷഭ് പന്ത് നിങ്ങൾ കാഴ്ചവെച്ച് ഈ പോരാട്ട വീര്യം ഒരു തലമുറയും രാജ്യത്തെയും ഒക്കെ പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു ഡ്രസ്സിംഗ് റൂമിനകത്താണെങ്കിൽ ടീമിനകത്തുണ്ടാക്കുന്ന ഒരു ഓറയുണ്ട്. അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്സരം പരാജയപ്പെട്ടാൽ പോലും, ഇന്ത്യക്ക് പരമ്പര നഷ്ടമായാൽ പോലും ഗംഭീറിനെ ഉടനെയൊന്നും മാറ്റുമെന്ന് ഞാൻ തോന്നുന്നു. സ്വാഗതം സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക്. ഇന്ന് ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യ അവസാന പോരിന് ഇറങ്ങിയാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2-1 പിറകിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഓവൽ ടെസ്റ്റ് വളരെ നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരില്ല. നിർണായകമായ മത്സരത്തിൽ ജയിച്ചേ തരൂ. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ ജയേഷ് പൂക്കോട്ടൂർ, MSK. ജയേഷ് ഭായ്, ഗൗതം ഗംഭീർ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മത്സരം, ഓവലിലെ മത്സരം വളരെ നിർണായകമാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ എടുത്ത് നോക്കുന്ന സമയത്ത് ടെസ്റ്റ് കരിയറിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ വളരെ ദയനീയമാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓവലിലൊരു പരാജയം ചിലപ്പോൾ ഗംഭീറിനെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ വരാം. എന്ത് തോന്നുന്നു, ഗൗതം ഗംഭീർ തുടരുമോ, ഓവലിൽ ഇന്ത്യ ജയിക്കുമോ? ഹാരിസ് MSK, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗംഭീറിനെ ഉടനെയൊന്നും ഇപ്പോൾ സ്ഥാനം തെറിപ്പിക്കാനുള്ള സാധ്യത BCCയില്ല. കാരണം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം, വിശേഷിച്ച് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ചോളം ഒരു ട്രാൻസിഷൻ്റെ സമയമാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, RS അടക്കമുള്ള ടോപ്പ് ഫിഷുകൾ വിരമിപ്പിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ അഭ്യൂഹങ്ങളും പലതരത്തിലുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ഗില്ലിൻ്റെ കീഴിലൊരു യങ് ഇന്ത്യ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ ഒന്നും ഇപ്പോൾ ഈ പരമ്പര, ഇപ്പോൾ ഈ അവസാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്സരം പരാജയപ്പെട്ടാൽ പോലും, ഇന്ത്യക്ക് പരമ്പര നഷ്ടമായാൽ പോലും ഗംഭീറിനെ ഉടനെയൊന്നും മാറ്റുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം 2027 വരെ ഗംഭീറിന് ഹെഡ് കോച്ചായിട്ട് കരാറുണ്ട്. അപ്പം കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ അങ്ങനെ ഒരു വലിയ കടുത്ത തീരുമാനത്തിലേക്ക് BCCI പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കണക്കിലേക്ക് നോക്കുമ്പോൾ കുറച്ച് മോശം തന്നെ. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് സീരീസ് മാത്രമാണ് അല്ലേ ഗംഭീറിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീടുള്ള 14-10 4 അദ്ദേഹം ജയിക്കാൻ സാധിച്ചത്. ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയപ്പെടുന്നു. ന്യൂസിലാൻഡിൽ ഒരു വൈറ്റ് വാഷ് അടങ്ങുന്നു, അതും ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ട്. അപ്പോൾ ടെസ്റ്റിൽ അത്ര വലിയൊരു ഇത് പറയാനില്ലെങ്കിൽ പോലും T20യിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലിമിറ്റഡ് ഓവറിലേക്ക് വരുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെയുള്ള നേടി മികച്ച ഫോമിൽ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല, BCCIയുടെ മികച്ച സപ്പോർട്ട് ഇപ്പോൾ ഗംഭീറിനുണ്ട്. ഗംഭീർ ആവശ്യപ്പെടുന്ന താരങ്ങളെ കൃത്യമായിട്ട്, അത് ഒരു ഇടക്കാലം വരെ അങ്ങനെ ഒരു സംഭവം BCCI ഇല്ലായിരുന്നു. BCCI നിർദ്ദേശിക്കുന്ന പല താരങ്ങളെയും അത്തരത്തിലാണ്. രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള ടോപ്പ് സീനിയേഴ്സ് ആയിട്ട് വരെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ട്. പക്ഷേ ഗംഭീർ ആവശ്യപ്പെടുന്ന താരങ്ങളെ ഗംഭീറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 പ്രധാന താരങ്ങൾ വിരമിച്ച സാഹചര്യത്തിൽ ഒരു യങ് ഇന്ത്യ ഒരുങ്ങാൻ വേണ്ടി, ഗില്ലിന്റെ കീഴിലുള്ള യങ് ഇന്ത്യ ഒരുങ്ങാൻ വേണ്ടി ഗംഭീറിന് സമയം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഗംഭീറിന് എല്ലാവിധ സ്വാതന്ത്ര്യവും BCCI കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലായി, അതായത് ഗംഭീർ കോച്ചായതിനു ശേഷം ഇന്ത്യ ജയിച്ച ഒരു ടെസ്റ്റ് പരമ്പര എന്ന് പറയുമ്പോൾ ഓൺലി ബംഗ്ലാദേശ് പരമ്പര മാത്രമാണ്. ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ പരാജയപ്പെട്ടു, അതും സ്വന്തം മണ്ണിലാണ്. അതായത് സ്വന്തം നാട്ടിൽ ഏതാണ്ട് 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ന്യൂസിലാൻഡിനോട് തോക്കുന്നത്. അതായത് ഒരു പരമ്പര കൈവിടുകയാണ്. 36 വർഷം എന്ന് പറയുമ്പോൾ ജോൺ റൈറ്റ് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിരുന്ന സമയത്താണ്. ജോൺ റൈറ്റ് ഇന്ത്യയുടെ കോച്ചായി വന്നിട്ടുണ്ട്, നമുക്കറിയാം, സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായ സമയം. അപ്പോൾ ജോൺ റൈറ്റ് കോച്ചായി കളിച്ചിരുന്ന കാലത്ത്, അതിനുശേഷം 36 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യ ന്യൂസിലാൻഡിനോട് പരാജയപ്പെടുന്നു. അതുപോലെ ശ്രീലങ്കയ്ക്കെതിരെ ഈ ഏകദിന ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഗംഭീറിൻ്റെ കോച്ചിങ് നല്ലതാണെന്നുള്ള രൂപത്തിലല്ല, അതും മോശമായിരുന്നു ശരിക്കും. കാരണം 2024 എന്ന വർഷം അവസാനിച്ചത് ഇന്ത്യ ഒരു ഏകദിന മത്സരം പോലും ജയിക്കാത്തൊരു വർഷമായിരുന്നു. അതായത് 45 വർഷത്തിന് ശേഷം ഒരു ഏകദിന മത്സരം പോലും ജയിക്കാതെ ഒരു വർഷം കടന്നുപോയ ഒരു സമയമായിരുന്നു ഇന്ത്യ 2024 ഗംഭീറിൻ്റെ കോച്ച് അധികാരമേറ്റ സമയം. അതുപോലെ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുമ്പോൾ ഗാബയിലെ വിജയമൊക്കെ നമുക്ക് 2021 രവിശാസ്ത്രി കോച്ചായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ടീമൊക്കെയാണ് ഗാബയിൽ ജയിച്ചത്. അജിങ്ക്യ രഹാനെ
ക്യാപ്റ്റൻ. ഋഷഭ് പന്തും വാഷിംഗ്ടൺ സുന്ദറും ഐക്കോണിക് പ്രകടനമായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഉണ്ടായിട്ടും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നമ്മൾ നാണം കെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മൊത്തത്തിൽ ജസ്പ്രീത് ബുംറയെ മാത്രം ആശ്രയിച്ച ഒരു ടീം, എന്നിട്ട് ആ പ്ലെയർ ഓഫ് ദി സീരീസ് ഒക്കെ ജസ്പ്രീത് ബുംറ കിട്ടുന്നത്. പക്ഷേ അതേ സമയത്ത് ടീം മൊത്തത്തിൽ ഒരു കെട്ടുറപ്പില്ലാതിരിക്കുക. അതായത് ടെസ്റ്റ് പരമ്പര എന്ന് പറയുമ്പോൾ ഇന്ത്യ നമ്മൾ ടെസ്റ്റ് പരമ്പര നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്, നമ്മൾ എത്ര രവിശാസ്ത്രിയെ കുറ്റം പറയുകയാണെങ്കിലും രവിശാസ്ത്രി ഒരു കോച്ചായിരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ബിയർ അടിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വയറ് കാണിച്ചിട്ടൊക്കെയുള്ള ട്രോളുകൾ ഒരുപാട് ടീം അംഗങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് നല്ല ബന്ധമായിരുന്നു. അത് മാത്രമല്ല ടീമിലെ താരങ്ങൾക്ക് കൃത്യമായിട്ടൊരു എന്താ പറയുക, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന ഒരു കോച്ചായിരുന്നു രവിശാസ്ത്രി. നമ്മൾ എത്ര തന്നെ രവിശാസ്ത്രിയെ വിമർശിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കോച്ചായിരുന്ന ആ ഒരു സമയത്ത് വിരാട് കോഹ്ലി രവിശാസ്ത്രി കോംബോ എന്ന് പറയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ, ടെസ്റ്റ് കോച്ച് എന്നുള്ള ഒരു കോംബോ ആയിരുന്നു. പക്ഷേ ഹാരിസ്, ഞാൻ പറയുന്നത് ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ട്രാൻസിഷൻ പീരീഡ് ആണത്. ഈ ഒരു പീരീഡിൽ ഗംഭീറിനെ മാറ്റൊന്നും ഹാരിസും കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പിന്നെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഈ കണക്കുകൾ ഭയങ്കരമായ കാര്യമാണ്. ഇതേ സമയം തന്നെ നമ്മൾ ഗംഭീർ എന്ന് പറയുന്ന ഒരു മനുഷ്യരും അദ്ദേഹവും പിന്നെ താരങ്ങളും തമ്മിലുള്ള ബന്ധം, അദ്ദേഹം ടീമിലെ താരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് അടക്കമുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ പിച്ച് ക്യൂറേറ്ററുമായി ബന്ധപ്പെട്ട അതായിരുന്നു ഇന്നലെ മൊത്തം ചർച്ചകൾ. 2.5 മീറ്റർ മാറി നിൽക്കാൻ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അഗ്രഷൻ, നമ്മൾ മൈതാനത്തൊക്കെ പണ്ട് കണ്ടിട്ടുള്ള അഗ്രഷൻ നമ്മൾ വീണ്ടും കോച്ചായി കൂടി കാണുന്നു. അഗ്രഷനും അറഗൻസും ഒരിക്കലും ഒരു ടീമിനെ ജയിപ്പിക്കില്ല എന്നുള്ളതാണ്. അത് റിയാലിറ്റിയാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഇതേ സമയം ക്യൂറേറ്ററുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട് ആദ്യം അദ്ദേഹം മാറുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ കൂടി ചീത്ത പറഞ്ഞപ്പോഴാണ് ഗംഭീർ തിരിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്, നിങ്ങൾ സപ്പോർട്ടിംഗ് മറ്റേ ഗ്രൗണ്ട് സ്റ്റാഫ് ക്യൂറേറ്റർ മാത്രമാണ്, പക്ഷെ ഒരാൾ എല്ലാ കാര്യത്തിലും ഇടപെടണമെന്നുള്ള രീതിയിൽ. പക്ഷെ ഒരാൾ ഇത്രയും ഒരു ഗ്രൗണ്ട്സ്മാനോട്, അതായത് ഇംഗ്ലണ്ട് പോലുള്ള അവിടെ ചെന്ന് അവിടുത്തെ ഒരു ഗ്രൗണ്ട്സ്മാനോട്, അതായത് ആ ഒരു അരഗൻസ് കാണിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതായത് ടീം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ടീം വിജയിക്കുകയാണെങ്കിൽ ഗംഭീർ ഒരിക്കലും ഇത്രയും അരഗൻസ് കാണിക്കുമെന്നുള്ളത്. അല്ല, ഈ അരഗൻസിന് നമ്മുടെ ടീമിന്റെ വിജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ടീം ജയിക്കുമ്പോൾ അരഗൻസ് പാടുണ്ട്, ടീം ജയിച്ചില്ലെങ്കിൽ അരഗൻസ് പാടില്ല എന്ന് പറയുന്നതുകൊണ്ടും യോജിപ്പില്ല. ഇത് നമ്മൾ പണ്ടേ കാണുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഈ വിരാട് കോഹ്ലിയും ഗംഭീറും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുതൽ നമ്മൾ അതെ ഈ പിന്നെ ഇന്ത്യൻ താരങ്ങളുമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു ധോണിയുമായിട്ട് വർഷങ്ങൾ നീണ്ടുന്ന ശീതസമരം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് പോയിട്ട് നമ്മൾ അടങ്ങിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പക്ഷെ ഇന്ത്യ ജയിച്ചിരുന്നില്ല. അതായത് ഗംഭീറിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഇത്രയും മത്സരങ്ങൾ തോക്കുകയാണ്, ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര തോക്കുന്നു, ഇംഗ്ലണ്ട്, അത് മാത്രമല്ല ശ്രീലങ്കക്കെതിരെയുള്ള ഏകദിന പരമ്പരയും തോറ്റിട്ടുണ്ട്. അതായത് 27 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കക്കെതിരെയുള്ള ഒരു ഏകദിന പരമ്പര തോറ്റത്. ശ്രീലങ്ക അത്രയും ദുർബലമായൊരു ഏകദിന ടീം എന്നുള്ള നിലക്ക് നിൽക്കുമ്പോൾ അതും വിരാട് കോഹ്ലിയും ഗംഭീർ അധികാരമേറ്റിട്ടുള്ള ഫസ്റ്റ് ഏകദിന പരമ്പര, കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെയുള്ള പരമ്പര. ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ T20യിലും വൺഡേയിലും ചാമ്പ്യൻസ് ട്രോഫി അടിച്ചത് ഗംഭീറിന്റെ കീഴിലാണ് എന്ന് ഓർക്കണം. നമ്മൾ തോൽക്കുന്ന സമയത്ത് മാത്രം എല്ലാം ഗംഭീറിന്റെ തലയിൽ കെട്ടിവെക്കുക, ജയിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പിന്നെ ക്യാപ്റ്റൻ അതിന്റെ മൊത്തം ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി നേരത്തെ ഹാരിസ് പറഞ്ഞതാണോ അല്ലെ ജയേഷ് പറഞ്ഞതാണോ അറിയില്ല. അതായത് സീനിയർ താരങ്ങൾ വിരമിക്കുന്നതിന്റെ പിന്നിലും ഗംഭീറിന്റെ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പൊ ഗംഭീർ എന്നുള്ള ഇപ്പം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉള്ള ഒരു സീനിയർ താരങ്ങൾ ഉള്ള സമയത്ത് ഗംഭീറിന് അവരൊരു വിലങ്ങുതടിയാവുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വിലങ്ങുതടിയാവുന്നു എന്നുള്ള രൂപത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗംഭീർ അവരൊക്കെ മാറിയിട്ട് ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കുകയാണ്. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ടീമിലെ റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ തീർത്തും ദുർബലമായ റിസൾട്ടാണ്, ടെസ്റ്റിലാണെങ്കിലും വൺ ഡേയിലാണെങ്കിലും. ഇത് പറയുന്ന സമയത്ത് തന്നെ പിന്നെ ഗംഭീർ പിന്നെ ടീമിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനവും അദ്ദേഹം ടീമിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ഓളമൊക്കെ നമ്മൾ പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഈ ഓൾഡ് ട്രാഫോർഡിൽ ഈ വിരോധി സമനിലയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുന്നു. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പേഴ്സണലി മനുഷ്യരെ ഓരോരുത്തരെ എടുത്ത് അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല ഗംഭീർ. പെട്ടെന്ന് ഋഷഭ് പന്തിന്റെ മേലേക്ക് പിന്നെ കൈ ചൂണ്ടുന്നു. എന്നിട്ട് പറയുന്നു, ഋഷഭ് പന്ത് നിങ്ങൾ കാഴ്ചവെച്ച് ഈ പോരാട്ട വീര്യം ഒരു തലമുറയും രാജ്യത്തെയും ഒക്കെ പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ ഒരു ഡ്രസ്സിംഗ് റൂമിനകത്താണെങ്കിൽ ടീമിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ഓറയുണ്ട് അദ്ദേഹം. ഇതേ സമയം തന്നെ ഈ തോൽവി മുന്നിൽ കണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ KL രാഹുലും ശുഭ്മാൻ ഗില്ലും തമ്മിൽ അവിടെ ഒരു വൻമതിൽ പണി തോരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ ഒക്കെ കൊടുക്കുന്ന ഡ്രസ്സിംഗ് റൂമിൽ നിന്നുകൊണ്ട്. പക്ഷേ ഇതേ ഗംഭീർ തന്നെയാണ് സർഫറാസ് ഖാൻ പോലുള്ള ഒരു താരത്തെ മാറ്റി നിർത്തിയത്. കഴിഞ്ഞ പരമ്പരകളിലൊക്കെ കൃത്യമായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ടെസ്റ്റ് പരമ്പരയിലൊക്കെ മികച്ച ഫോമിൽ കളിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏതോ ഒരു ടീമിലെ രഹസ്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ള രൂപത്തിൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സർഫറാസ് ഖാൻ പോലുള്ള യുവതാരങ്ങൾ അദ്ദേഹം മാറ്റി, അത് കൃത്യമായി ഗംഭീറിന് ഒരു അജണ്ട ഉള്ളത് പോലെയുള്ള രീതിയിലാണ്. ഗംഭീറിനെതിരെയുള്ള ഈ വിമർശനം ഈ അടുത്തിടെ പിന്നെ
സുനിൽ ഗവാസ്കർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുൽദീപ് യാദവിനെ ടീമിലെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അതെ. അദ്ദേഹം പറയുന്നത് എല്ലാത്തിന്റെയും അവസാനം ഒരു ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് ക്യാപ്റ്റന്റെ ടീം ആയിരിക്കണം, അതൊരിക്കലും കോച്ചിന്റെ ടീം ആയിരിക്കരുത്. ഇനി കോച്ചും ക്യാപ്റ്റനും കൂടി ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു ടീമിൽ ക്യാപ്റ്റന് കൃത്യമായ റോൾ ഉണ്ടാകണം. ഇപ്പോൾ കുൽദീപ് യാദവിനെ കളിപ്പിക്കണം എന്ന് ശുഭ്മാൻ ഗില്ലിന് താല്പര്യമുണ്ട്. കുൽദീപ് യാദവ് അവസാന ടെസ്റ്റിലും കളിക്കുന്നില്ല. മികച്ച പ്രകടനം ഈ അഞ്ചാം ടെസ്റ്റിന്റെ കളിക്കുന്നില്ല. അപ്പോ കുൽദീപിനെ പരീക്ഷിക്കാമായിരുന്നു എന്നൊരു തോന്നല് MSK ഹാരിസനുണ്ടോ? തീർച്ചയായും എനിക്കുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ കുൽദീപ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഒരു ചൈനാമൻ സ്പിന്നർ എന്ന് പറയുമ്പോൾ ഏത് ടീമിനും ഒരു ബലമാണ് ഒരു ചൈനാമൻ സ്പിന്നർ. അപ്പോൾ അതുപോലെ ഇംഗ്ലണ്ട് പോലൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു 3 ടെസ്റ്റുകളും കുൽദീപ് കളിക്കേണ്ടി. കഴിഞ്ഞ 4 ടെസ്റ്റും എല്ലാ സെഷനും കംപ്ലീറ്റ് ചെയ്ത ടെസ്റ്റ് കൂടിയായിരുന്നു എന്നുള്ളത് ഓർക്കണം. വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ ടെസ്റ്റിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിനേക്കാൾ വേരിയേഷൻസും അങ്ങനെയൊക്കെ ഉള്ള ഒരു ബോളറാണ്. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഈ കുൽദീപ് യാദവിന്റെ ടെസ്റ്റ് കരിയറിനെ കുറിച്ച് നമ്മളൊരു ചർച്ച മസ്റ്റായി നടത്തിയാൽ മതി. ഒരു 8 വർഷത്തോളമായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിട്ട്, പക്ഷെ 13 ടെസ്റ്റുകളാണ് ആകെ കളിച്ചിട്ടുള്ളതാണ്. ഒരു വർഷത്തിൽ നമ്മൾ 50 വിക്കറ്റ് അതെ 53 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അവസാനമായിട്ട് 2024 ഇംഗ്ലണ്ട് ഇന്ത്യയിൽ സീരീസിന് വരുന്ന സമയത്ത് അദ്ദേഹം 4 മത്സരങ്ങളിൽ നിന്ന് 19 വിക്കറ്റ്. പ്രത്യേകിച്ചും ആ സമയത്ത് നമുക്കറിയാം രവീന്ദ്ര ജഡേജ, രവീന്ദ്ര അശ്വിൻ ആ ടീം ഉണ്ടായിരുന്നു. പക്ഷെ അശ്വിൻ വിരമിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യ ടീമിൽ ഏറ്റവും അവസരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവസരം കിട്ടാൻ ഏറ്റവും അർഹതയുള്ളത് കുൽദീപ് തന്നെയാണ്. തീർച്ചയായും. പിന്നെ അത് പറയുന്ന സമയത്ത് തന്നെ ഈ മോണി മോർക്കലൊക്കെ ഇതിന് ന്യായീകരമായി പറയുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ബാറ്റർമാർക്ക് വലിയ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മിഡിൽ ഓർഡറൊക്കെ തകർന്നു കഴിഞ്ഞാൽ വാലറ്റത്ത് പിന്നെ ഒരു കൂട്ടത്തകർച്ച നമ്മൾ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾറൗണ്ടർമാരെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഒരു ബോളിംഗ് ഓപ്ഷൻ മാത്രമായിട്ടുള്ള കുൽദീപ് യാദവിനെ എങ്ങനെ പരിഗണിക്കാൻ സാധിക്കും? അദ്ദേഹം വേൾഡ് ക്ലാസ് ബോളറാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ടീമിന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത്തിനെ കുറിച്ച് ഇപ്പോൾ എഡ്ജ് ബാസ്റ്റനിലൊക്കെ 500 മുകളിൽ സ്കോർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത് എന്നാണ് സിതാൻഷു കോട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബാസ്ബോളിന്റെ ഭാഗമായിട്ടെല്ലാം ബാറ്റിംഗ് ഇംഗ്ലണ്ടിൽ വെച്ച് കുറച്ച് നാളായിട്ട് സ്റ്റോക്സും മക്കലും കൂടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ ടെസ്റ്റില് നമ്മള് 5 താരങ്ങൾ സെഞ്ചുറി നേടിയിട്ടും 2 ഇന്നിംഗ്സിൽ 5 താരങ്ങൾ സെഞ്ചുറി നേടിയിട്ട് പോലും നമ്മൾ പരാജയപ്പെടുകയാണ്. അത്രയും വലിയൊരു കൂറ്റൻ സ്കോർ ഒറ്റ ദിവസം കൊണ്ട് മറികടന്ന് വിൻ ചെയ്യുകയാണ്. കാരണം ടെസ്റ്റില് ഇത്രയും വലിയ ടാർഗറ്റ് 300-350 മുകളിൽ ടാർഗറ്റ് നമ്മളൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഡിഫൻസീവ് മൂഡിലാണ് ഏത് ടീമും കളിക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ കംപ്ലീറ്റ്ലി ബാറ്റിംഗിലേക്ക് പോകുന്ന ലെവല് മാത്രമല്ല ഓവറിലേക്ക് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് പതിയെ സ്പിന്നിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം. പക്ഷേ ഈ തരത്തിൽ ഇപ്പോ മാറ്റിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ളത്. പക്ഷെ ഇത് പറയുന്ന സമയത്ത് തന്നെ ഈ കുൽദീപിന് അവസരം കൊടുക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെയും ജഡേജയും നിങ്ങൾ മാറ്റിയിട്ട് മാറ്റേണ്ടതില്ല. അവർ രണ്ടാളും ബാറ്റിംഗിൽ നല്ല കോൺട്രിബ്യൂഷൻ നൽകുന്നു. പക്ഷെ അതേസമയം തന്നെ ഷർദുൽ താക്കൂറിനെ പോലെ ഒരാൾ ടീമിൽ 2 കളി കളിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 2021 ഇംഗ്ലണ്ട് സീരീസിൽ ലോർഡ്സിലടക്കം ജയിച്ചിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും നിർണായകമായത് വാലറ്റത്തുള്ള ബാറ്റർമാരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആ സമയത്ത് മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ അവരുള്ള ഒരു 100 റൺസ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഷമിയും ബുംറയൊക്കെ 50 എടുത്ത ആ ഒരു സമയം ഉണ്ടായിരുന്നു. ബുംറ സ്റ്റുവർട്ട് ബോർഡിന്റെ ഒരു ഓവറിൽ 37 റൺസ് അടിച്ച ആ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയുമ്പോൾ ഗംഭീർ അധികാരമേറ്റതിന് ശേഷം നമ്മുടെ വാലറ്റത്തിന്റെ ബാറ്റിംഗ് അത്രത്തോളം ശോഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ബുംറ തന്നെ കഴിഞ്ഞ 8 ഡക്കുകളാണ് കഴിഞ്ഞ പല മത്സരങ്ങളിലായി, അതായത് കഴിഞ്ഞ ഒരു 2-3 സീരീസിലായി ബുംറയുടെ ബാറ്റിംഗ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോളിംഗിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പക്ഷേ ബുംറയ്ക്ക് നിർണായകമായി 2021 അദ്ദേഹം ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതായത് ഇതേ ഇംഗ്ലണ്ടിൽ ബ്രോഡിനെ 37 റൺസ് ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ച ബുംറയാണ്. പക്ഷേ ബാറ്റിംഗിൽ അദ്ദേഹം പലപ്പോഴും പൂജ്യനായി പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ബോളർമാരിൽ നിന്ന് നമ്മൾ ബാറ്റിംഗിൽ അധികം പ്രതീക്ഷിക്കരുത്. പക്ഷേ കഴിഞ്ഞ സീരീസിൽ നമുക്ക് ലോർഡ്സിലടക്കം ജയിക്കാൻ ഈ ബാറ്റിംഗ് നിർണായകമായിരുന്നു. ശരിയാണ്. ഇത് നമ്മൾ നേരത്തെ കുൽദീപ് യാദവിന്റെ ചർച്ചയിൽ പറഞ്ഞ സമയത്ത് തന്നെ ഈ ഷർദുൽ താക്കൂർ നമ്മൾ 2 കളിയിൽ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം കുൽദീപ് യാദവിനെ നമ്മൾ 5 കളിയിൽ ഈ ഷർദുൽ താക്കൂറിന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ 46 റൺസ് 2 വിക്കറ്റ്. അപ്പോൾ ഓൾറൗണ്ടർ ഓപ്ഷൻ ആയിട്ട് പരിഗണിച്ച അദ്ദേഹത്തിന് പകരം ആ സമയത്ത് എറിഞ്ഞിട്ടുള്ളൂ. അതേസമയം തന്നെ കുൽദീപ് യാദവിനെ പോലെ നല്ലൊരു ഓപ്ഷൻ നിൽക്കുന്നു. കുൽദീപ് യാദവ് കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയും എന്ന ഉറച്ച ബോധ്യം ഉണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും ഡഗൌട്ടിലിരിക്കേണ്ടി വരുന്നു, ഓവലിലും ഡഗൌട്ടിലിരിക്കേണ്ടി വരുന്നു. ഒരു ടെസ്റ്റിലെങ്കിലും അദ്ദേഹത്തെ ഈ ലാസ്റ്റ് ടെസ്റ്റിലെങ്കിലും, അതാണ് ഇത് വിധി നിർണായകമായ ടെസ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലണ്ട് സംബന്ധിച്ചിടത്തോളം ബെൻ സ്റ്റോക്സ് അവരുടെ ക്യാപ്റ്റൻ ഇല്ലാത്ത ടെസ്റ്റാണ്. ജോഫ്ര ആർച്ചറിനെ പോലുള്ള പേസ് ബോളർ ഇല്ലാത്ത ടെസ്റ്റാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബുംറ ഇന്ത്യയുടെ നമ്പർ 1 ബോളർ, ലോകത്തിലെ നമ്പർ 1 ബോളർ ബുംറ ഇല്ലാത്ത ഒരു ടെസ്റ്റ് മത്സരമാണ്. പക്ഷെ ആ സമയത്ത് കുൽദീപ് ഈ ടെസ്റ്റിൽ തീർച്ചയായിട്ടും സ്ഥാനം അർഹിച്ചിരുന്നു. ഇതിൽ ആ പറയുന്ന സമയത്ത് തന്നെ ആകാശ് ദീപിനെ തിരിച്ചു വിളിക്കുന്നു. അതേസമയം തന്നെ പ്രസീദ് കൃഷ്ണ ടീമിൽ അവിടെ ഹർഷദീപ് സിംഗിന് അവസരം
കൊടുക്കാതിരുന്നതിനെ കുറിച്ച് വലിയ അതെ, 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 ചോദ്യമുണ്ട്. ഏറ്റവും അങ്ങനെ മറ്റൊരു അതും വലിയൊരു ചോദ്യം. കഴിഞ്ഞ നെറ്റ്സിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ഹർഷദീപ് സിംഗ്. ഹർഷദീപ് ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ Yes, yes, yes. അതും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു ടീമിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. Yes. കാരണം വിക്കറ്റുകൾ, അതായത് ഇംഗ്ലണ്ട് പോലുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വിങ്ങും മറ്റുമൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. പ്രസീദ് കൃഷ്ണയെ തിരിച്ചു വിളിച്ചു. Nice. പ്രസീദ് കൃഷ്ണ അതെ, അതെ. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതാണ്. അതെ 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 പ്രസീദ് കൃഷ്ണ നന്നായി തല്ലുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ അതും ഓവലിൽ തിരിച്ചു വിളിക്കുന്നത്. ഒരു ഫ്ലാറ്റ് പിച്ച് ആയിരിക്കും, പിന്നെ പേസർമാർ സ്വാഭാവികമായിട്ട് അവിടെ വെല്ലുവിളി നേരിടുമെന്ന് അറിഞ്ഞിട്ട് ഒരു പോലും ഓവറിൽ 6 എന്ന രൂപത്തിലാണ് അദ്ദേഹം റൺസ് ആ വിട്ടുകൊടുത്തത്. സമയത്തൊക്കെ ഇർഫാൻ പത്താനൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രസീദ് കൃഷ്ണയ്ക്ക് T20 എക്കോണമിയാണ് ടെസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇർഫാൻ പത്താൻ വിമർശനം ഉന്നയിക്കുന്നത്. ഓവലിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. ഓവലിൽ ഇന്ത്യക്ക് അത്ര നല്ല ഹിസ്റ്ററി ഇല്ലാത്തൊരു പിച്ചാണ് ഓവൽ എന്ന് പറയുന്നത്. ആകെ 10-14 മത്സരം കളിച്ചാൽ ആകെ 2 കളിയാണ് ജയിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അവിടെ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുന്നു. ഇംഗ്ലണ്ടിനോട് 2021 അവസാനമായി കളിച്ച മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് മാത്രമാണുള്ളത്. പക്ഷേ ജോ റൂട്ട് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഗ്രൗണ്ട് കൂടിയാണ് ഓവൽ. അതുകൂടി നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ആ മത്സരം ആരംഭിച്ച് നമ്മൾ എല്ലാ ദിവസവും ശരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം ഇതാണ്: ഗംഭീറിന്റെ വാട്ടർലൂ ആകുമോ ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. Yes. അല്ലെ? എന്താ പറയുന്നു? മേ ബി. കാരണം ഗംഭീറിന്റെ കൂടെയുള്ള ചിറകുകളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് BCCI. അതായത് അഭിഷേക് നായർ പോകുന്നു, റിയാൻ ടെൻ ദഷ്കാത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫീൽഡിംഗ് കോച്ചായിരുന്ന T ദിലീപ്, അദ്ദേഹത്തിന്റെ സ്ഥാനവും പോയിട്ടുണ്ട്. അപ്പൊ ഗംഭീറിന്റെ ചിറകുകളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാം ഗംഭീറിനെ പുറത്താക്കാനുള്ള സാധ്യത, അറ്റ്ലീസ്റ്റ് ടെസ്റ്റിന്റെ ക്യാപ്റ്റൻസി, ടെസ്റ്റിന്റെ കോച്ച് സ്ഥാനത്ത് നിന്നെങ്കിലും പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കരുതുന്നു അങ്ങനെ തന്നെയാണ്. ഓവലിൽ കൂടി ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗംഭീറിനെ മാറ്റി ടെസ്റ്റിൽ മറ്റൊരാളെ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഇപ്പൊ അടുത്ത് മാത്രമാണ് ബ്രണ്ടൻ മക്കുലം എല്ലാ ഫോർമാറ്റിന്റെയും കോച്ചായത്. അതിനു മുമ്പ് അദ്ദേഹം ടെസ്റ്റിന്റെ മാത്രം കോച്ചായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു ഓരോ ഫോർമാറ്റിലും ഓരോ പരിശീലനം എന്നുള്ള രീതിയിലേക്ക് BCCI പോയില്ല എന്നുള്ളത്. ഗംഭീർ 2027 ലോകകപ്പ് വരെ അദ്ദേഹത്തിന് കരാറുള്ളത് വരെ തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എയർ പോവായിരിക്കും ചിലപ്പോ. അപ്പൊ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ നമ്മളൊരു വീഡിയോ അനലൈസിംഗ് പോലെയുള്ള ഒരു തുടക്കത്തിലെ ഒരു അവതരണമാണ് ഇത്. അപ്പോ ഇതിൽ എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എതിരഭിപ്രായങ്ങളെല്ലാം നമ്മളുടെ വീഡിയോക്ക് താഴെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പറയണം, തിരുത്തലുകൾ പറയണം. ഏതെല്ലാം രീതിയിൽ നമുക്ക് തിരുത്തേണ്ടവർക്ക് തിരുത്താം. നമ്മൾ തിരുത്തിയിരിക്കും, നമ്മളെല്ലാം വായിക്കും, എല്ലാം തിരുത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഇനിയും കൂടെ ഉണ്ടാവണം. നമ്മൾ കൂടുതൽ വീഡിയോസുമായി ഇനിയും വരും. എല്ലാം യെസ്, താങ്ക് യു.